ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിലും കൊലപാതകങ്ങളിലും പ്രതിഷേധിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ വാഷിംഗ്ടൺ ആസ്ഥാനത്തേക്ക് നൂറുകണക്കിന് പേർ വലിയ പ്രകടനമായി എത്തി. അന്തർദേശീയ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നതിന് വലിയൊരു ജനക്കൂട്ടം ഈ UN ആസ്ഥാനത്തിന് മുമ്പിൽ തടിച്ചുകൂടി എന്നാണ്. ഹിന്ദു ആക്ഷൻ എന്ന് പറയുന്ന ഒരു NGOയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടന്നത്. തങ്ങളുടെ ഈ പ്രശ്നങ്ങൾ ഐക്യരാഷ്ട്രസഭയെ ബോധ്യപ്പെടുത്തുന്നതിനാണ് പ്രകടനം നടന്നത്. ഈ രാജ്യത്തിൻ്റെ, അതായത് അമേരിക്കയുടെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നതായിട്ട് ഹിന്ദു ആക്ഷൻ എന്ന് പറയുന്ന സംഘടന അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രകടനത്തിന് അനുകൂലമായിട്ട് തന്നെ റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങളും രംഗത്തെത്തി. റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം ഫാറ്റ് ഫാലേൺ പറഞ്ഞത് ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്, ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ റിപ്പബ്ലിക്കൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഹിന്ദു ആക്ഷനും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസും ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ലോകമെമ്പാടും വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള കൊലയ്ക്ക് എതിരെ നടക്കുന്ന ഒരു വലിയ പ്രതിഷേധം. ഇതിവിടെ ന്യൂനപക്ഷങ്ങളാണ്, ഹിന്ദുക്കൾ മാത്രമല്ല ബുദ്ധ ക്രൈസ്തവ വിഭാഗങ്ങളുമുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ കോൺഗ്രസ് പറയുന്നത് ഈ ബുദ്ധ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ഈ ആക്രമണം അത് അവസാനിപ്പിച്ചേ മതിയാകൂ എന്നാണ് പറയുന്നത്. ഏതായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ പ്രതിഷേധത്തിന് ആഹ്വാനവുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.